നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളെ പറ്റിച്ച വ്യാജ ഡോക്ടർമാർ പിടിയിലായവരോ ബംഗാളികളും. പാലക്കാട് കോങ്ങാട് ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ റെയ്ഡിലാണ് വ്യാജ ഡോക്ടർമാർ പിടിയിലായത്. ബംഗാൾ സ്വദേശികളായ ദീപാങ്കുർ വിശ്വാസ്, ദീപാങ്കുർ മണ്ഡോർ, സുബ്രതോ സർക്കാർ എന്നിവരാണ് പിടിയിലായത്. പത്തിരിപ്പാല റോഡിൽ വാടക വീട്ടിൽ താമസിച്ചാണ് ഇവർ വ്യാജ ആയുർവേദ ചികിത്സ നടത്തിയിരുന്നത്. ഇവരുടെ പക്കൽ നിന്നും വിവിധ പരിശോധന ഉപകരണങ്ങളും അലോപ്പതി മരുന്നുകളും വിവിധ ഓയിന്റ്മെന്റുകളും പിടിച്ചെടുത്തു. ഡോക്ടറെ കൂടാതെ അവരുടെ കൂട്ടാളിയും കൂടിയാണ് പിടിയിലായിരിക്കുന്നത്. ഫിസ്റ്റൂല, മൂലക്കുരു തുടങ്ങിയവയ്ക്കായിരുന്നു ചികിത്സ. ഹെൽത്ത് സൂപ്പർവൈസർ കെ ഹരിപ്രകാശ്, ഇൻസ്പെക്ടർ എ കെ ഹരിദാസ്, ജെഎച്ച്ഐമാരായ എം പ്രസാദ്, ആർ രമ്യ, നിജി കെ കൃഷ്ണൻ, നൈസൽ മുഹമ്മദ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കേരളത്തിൽ വ്യാജ ഡോക്ടർ ചമഞ്ഞ് ആളുകൾ പിടിയിലാവുന്നത് ഇതാദ്യമായല്ല. മുൻപ് പല പ്രാവശ്യവും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ജാഗരൂകരായിരിക്കേണ്ട സമൂഹം എന്നാലും വ്യാജന്മാരുടെ പുറകെ പോവുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും വ്യാജന്മാർ സൗകര്യമായി വിലസുന്നത്. ഡോക്ടർമാർ കൂണുകൾ പോലെ കേരളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. മുക്കിലും മൂലയിലും ഡോക്ടർമാരുടെയും സ്പെഷ്യലിസ്റ്റുകളുടെയും കൺസൾട്ടിംഗ് സെന്ററുകൾ ഓരോ ദിവസവും പൊട്ടിമുളച്ചു വരുന്നു. രോഗം വന്നാൽ ഇങ്ങനെ പുതിയതായി ആരംഭിച്ച സെന്ററുകളിലേക്കാണ് മലയാളികൾക്ക് പോകാൻ താല്പര്യം, അതും കഴുത്തറക്കുന്ന ഫീസ് കൊടുത്ത്. എന്നാൽ ഇവരൊക്കെ യഥാർത്ഥ ഡോക്ടർമാർ തന്നെയാണോ എന്ന് തിരിച്ചറിയാനും ഉറപ്പുവരുത്താനും ഒരു മാർഗവുമില്ല. അസുഖം സഹിക്കാനാകാതെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ അയാളോട് സർട്ടിഫിക്കറ്റ് ചോദിക്കാനാവില്ലല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഡോക്ടറെ കാണാൻ പോവുക? നമ്മൾ പോലും അറിയാതെ സ്വന്തം ജീവനായിരിക്കും ഈ പിഴവിന് പ്രതിഫലമായി കൊടുക്കേണ്ടി വരിക. കയ്യും കണക്കുമില്ലാത്ത ബംഗാളികളാണ് കേരളത്തിൽ ജോലി അന്വേഷിച്ചു വരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ബംഗാളികളെയും മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെയും തട്ടി നടക്കാനാവാത്ത അവസ്ഥയാണ്. രാത്രിയായാൽ ബസ്സുകളിലും ട്രെയിനുകളിലും ഇവർ കാരണം കാലുകുത്താൻ പോലും പറ്റാറില്ല. നിർമ്മാണ ജോലികൾക്ക് വേണ്ടിയാണ് ഇവർ കേരളത്തിലെത്തുന്നത്. എന്നാൽ ഇവർ കേരളത്തിലെ ആളുകളുടെ ജീവൻ വെച്ച് വരെ കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അറബ് നാടുകളിലുള്ളതുപോലെ പുറം ദേശത്ത് നിന്നെത്തുന്നവർ എന്താവശ്യത്തിന് വരുന്നു, എവിടേക്ക് പോകുന്നു, എവിടെ താമസിക്കുന്നു, തിരിച്ചറിയൽ രേഖകൾ ഉണ്ടോ എന്നിങ്ങനെയുള്ള കർശന പരിശോധനകൾ നടത്താൻ സാക്ഷര കേരളത്തിൽ ആളില്ല, ഉദ്യോഗസ്ഥരില്ല. ഭരിക്കുന്ന സർക്കാരിനോ ഇതേപ്പറ്റി യാതൊരു ചിന്തയുമില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന മോഷണം, കൊലപാതകം, ബലാത്സംഗം തുടങ്ങി എന്തുമാത്രം കുറ്റകൃത്യങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടിരിക്കുന്നു. ഇതിനു പിന്നാലെയാണ് വ്യാജ ഡോക്ടർ ചമഞ്ഞുള്ള തട്ടിപ്പും. ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട പരിശോധനകൾ കർശനമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യാജന്മാരുടെ സ്വന്തം നാടായി കേരളം മാറും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.